ശ്രീമദ് നാരായണീയം ദശകം 13. 12ാമത്തെ ദശകത്തിൻ്റെ തുടർച്ച തന്നെയാണ്. ഹിരണ്യാക്ഷവധം എന്നാണ് പേര്. 10 ശ്ലോകങ്ങളാണ് ഉള്ളത്. ഈ ദശകത്തിലെ നാരദ മഹർഷി ഒരു കഥാപാത്രമാണ്. ഹാസ്യരൂപത്തിൽ മഹർഷി അസുരനോട് പറയാണ്, നിങ്ങൾ യുദ്ധം ചെയ്യാനായിട്ട് വിഷ്ണുവിനെ അന്വേഷിച്ച് നടക്കല്ലേ, നിങ്ങളുടെ അത്രയൊന്നും ശക്തിയില്ല. ആ മായാവിയായിട്ടുള്ള വിഷ്ണു ഇതാ അങ്ങയുടെ വസുമതിയെ കട്ടുകൊണ്ടു പോണു, വേഗം ചെല്ലൂ. പിന്നെ പറയണത് യുദ്ധമാണ്. ആയുധമെടുത്തിട്ടും മായ പ്രയോഗിച്ചിട്ടും കയ്യൂക്ക് കൊണ്ടുമൊക്കെ ഭയങ്കരമായിട്ടുള്ള യുദ്ധം നടക്കുന്നു. ഹിരണ്യാക്ഷൻ്റെ യുദ്ധക്കൊതി അങ്ങനെ തീർന്നു. ഒടുവിൽ അസുരൻ രക്തം തുപ്പി താഴെ വീണു. ഭഗവാന്റെ മുഖം കണ്ടുകൊണ്ടാണ് മരിക്കുന്നത്. പിന്നെ മഹർഷിമാരുടെ സ്തുതിയൊക്കെ കേട്ട് പ്രസന്നനായ ഭഗവാൻ വൈകുണ്ഠത്തിലേക്ക് തിരിച്ചു പോകുന്നു. ഇത്രയാണ് ഈ ദശകത്തിലെ ഉള്ളടക്കം. 1ാമത്തെ ശ്ലോകം. ഹിരണ്യാക്ഷം താവത് വരദ ഭവദന്വേഷണപരം ചരന്തം സാംവർത്തേ പയസി നിജജംഘാപരിമിതേ ഭവദ്ഭക്തോ ഗത്വാ കപടപടുധീർനാരദമുനി ശനൈരൂചേ നന്ദൻ ധനുജമഭി നിന്ദം സ്തവബലം. വാക്കുകളുടെ അർത്ഥം നോക്കാം. ഹിരണ്യാക്ഷം, ആ ഹിരണ്യാക്ഷനെ, താവത് അപ്പോഴേക്കും, അങ്ങനെ ഭഗവാൻ ഭൂമിയെ രക്ഷിച്ച് മുകളിലേക്ക് കൊണ്ടുവരണ ആ സമയത്തെ ആവുമ്പോഴേക്കും, വരദ വരങ്ങൾ നൽകി അനുഗ്രഹിക്കുന്ന ഭഗവാനെ ഗുരുവായൂരപ്പ, ഭവദ് അന്വേഷണപരം തനിക്ക് ചേർന്ന എതിരാളി എന്ന് കേട്ട് വിഷ്ണുവിനെ അന്വേഷിച്ച് നടക്കുന്നവനും, ചരന്തം സാംവർത്തേ പയസി ആ പ്രളയജലത്തിൽ, അതാണ് സംവർത്തം പ്രളയം, സാംവർത്തേ പയസി വെള്ളത്തിൽ, ആ പ്രളയം പോലെയുള്ള വെള്ളത്തിൽ, ചരന്തം അങ്ങനെ വിഷ്ണുവിനെ തെരഞ്ഞിട്ട് പാഞ്ഞു നടക്കുന്ന ജംഘാപരിമിതെ സമുദ്രജലം എത്രത്തോളം ഉണ്ട് ആ ഹിരണ്യാക്ഷനെ? കണങ്കാൽ വരെ ഉള്ളൂ എന്നാണ്. കണങ്കാൽ വരെ മാത്രമുള്ള സമുദ്രജലത്തിൽ ഭഗവാനെ അങ്ങയെ തിരഞ്ഞ് പാഞ്ഞു നടക്കുന്നവനായിട്ടുള്ള ആ ഹിരണ്യാക്ഷനെ, ഭവത് ഭക്തോ അങ്ങയുടെ പരമഭക്തനായിട്ടുള്ള നാരദ മഹർഷി, ഗത്വ ഹിരണ്യാക്ഷൻ്റെ അടുത്ത് ചെന്നു. എങ്ങനെയുള്ള നാരദ മഹർഷിയ? കപടപടുധീർ നാരദമുനി, കാപട്യം കാട്ടുന്നതിൽ സമർത്ഥനായിട്ടുള്ള നാരദ മഹർഷി. ശനൈ ഊജേ വളരെ മെല്ലെ പതുക്കെ ഇങ്ങനെ പറഞ്ഞു. നന്ദൻ ധനുജം അസുരനെ, നന്ദൻ എന്ന് പറഞ്ഞാൽ പുകഴ്ത്തിയിട്ടും, നാരദരെ ആ അസുരനെ ഹിരണ്യാക്ഷനെ പുകഴ്ത്തിക്കൊണ്ടും, നിന്ദം തവ ബലം അവിടത്തെ മായാവിയായിട്ടുള്ള വരാഹത്തിൻ്റെ ബലത്തിനെ നിന്ദിച്ചുകൊണ്ടും കുറച്ച് കാണിച്ചുകൊണ്ടും ആണ് സംസാരിച്ചത്. ഹിരണ്യാക്ഷം താവത് വരം നൽകുന്ന ഭഗവാനെ ആ സമയത്ത്, അങ്ങ് ഭൂമിയെ ഉയർത്തിക്കൊണ്ടുവന്ന സമയത്ത്, ഹിരണ്യാക്ഷം ഭവദന്വേഷണപരം അങ്ങയെ അന്വേഷിച്ചു കൊണ്ട് നടക്കുന്ന ആ ഹിരണ്യാക്ഷനെ, ചരന്തം സംവർത്തേ പയസി നിജജംഘാപരിമിതെ അവനവൻ്റെ ആ ഹിരണ്യാക്ഷൻ്റെ കണങ്കാൽ വരെ മാത്രം വെള്ളമുള്ള ആ സാംവർത്തേ പയസി പ്രളയജലത്തിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എവിടെയാണ് വിഷ്ണു അന്വേഷിച്ച് നടക്കുന്ന ആ ഹിരണ്യാക്ഷൻ്റെ അടുത്തേക്ക്, ഭവദ്ഭക്തോ ഭഗവാന്റെ ഭക്തനും, കപടപടുധീർ നാരദമുനി ഗത്വ കപടപടു എന്ന് കേട്ടിട്ടുള്ളതും ആയ, തെറ്റായിട്ടാണെങ്കിലും അങ്ങനെ ഒരു പ്രസിദ്ധി അദ്ദേഹത്തിനുണ്ടല്ലോ, ചെന്നിട്ട് ഗത്വ ശനൈരൂജെ വളരെ മന്ദമായിട്ട് ഇങ്ങനെ പറഞ്ഞു. നന്ദൻ ധനുജം അങ്ങയുടെ ബലത്തിനെ, നിന്ദൻ സ്തവബലം അങ്ങയുടെ ബലത്തിനെ നിന്ദിച്ചുകൊണ്ട് താഴ്ത്തിപ്പറഞ്ഞുകൊണ്ടും, നന്ദൻ ധനുജം ധനുജൻ്റെ അഹങ്കാരിയായിട്ടുള്ള ഹിരണ്യാക്ഷൻ്റെ ബലത്തിനെ പൊക്കിപ്പറഞ്ഞുകൊണ്ടുമാണ് നാരദ മഹർഷി സംസാരിച്ചത്. ഇവിടെ 2-3 വാക്ക് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ട്. ഒന്നാമത് വരദ, വരം നൽകുന്നവനാണ്
തൻ്റെ ഭക്തന്മാർക്ക് വരം നൽകുന്നവനാണ് ഭഗവാൻ. ഇപ്പോൾ നമ്മൾ ഭക്തനാണ്, എനിക്ക് 100 കോടി രൂപ വേണം എന്നൊക്കെ പറഞ്ഞാൽ ഭഗവാൻ തരുമോ? വെറുതെ ചോദിച്ചാൽ തരില്ല. നല്ല ഭക്തിയോടുകൂടി ഭഗവാനെ അറിഞ്ഞ് ഭഗവാന്റെ സേവകൻ എന്ന അവസ്ഥ വരണം, എന്നിട്ട് ചോദിച്ചാൽ കിട്ടും. പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ ചോദിക്കില്ല, ധനം ചോദിക്കില്ല, നിഷ്കിഞ്ചന ധനമായിട്ടുള്ള ഭഗവാനെയാണ് ചോദിക്കുക. അപ്പോൾ അത് ലഭിക്കുകയും ചെയ്യും. ഹിരണ്യാക്ഷനും ഭഗവാൻ മുൻ ജന്മത്തിൽ വരം നൽകി, ഓർമ്മയില്ലേ? 3 ജന്മം കൊണ്ട് എൻ്റെ അടുത്തേക്ക് നിങ്ങൾക്ക് തിരിച്ചു പോരാം, വിഷമിക്കണ്ട എന്ന് പറഞ്ഞ ആ വരത്തെയും കൂടി ഓർത്തിട്ടാണ് വരദ. ഇവിടെ ഒരു ജന്മം തീരാണ് ഹിരണ്യാക്ഷൻ്റെ. ഭഗവാൻ ഇതാ വന്നു കഴിഞ്ഞു. അതാണ് ആ വരദ എന്നുള്ള വാക്കിന് പ്രത്യേകത ഉണ്ട്. പിന്നെ കപടപടുധി എന്ന് പറഞ്ഞാൽ കാപട്യമുണ്ട്, സാമർഥ്യമുണ്ട്, നല്ല ബുദ്ധിയുണ്ട്. അങ്ങനെയുള്ള ആ നാരദ മഹർഷി വാസ്തവത്തിൽ ഭഗവാന്റെ പരമഭക്തനാണ്. സദാ ചുണ്ടിൽ നാരായണ നാമം മാത്രമാണുള്ളത്. എത്രയോ ആളുകളെ നാരദ മഹർഷിയാണ് ഭഗവത് പാദത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത്. നമ്മൾ തന്നെ കണ്ടതല്ലേ, ധ്രുവൻ്റെ ഭക്തി ഉറപ്പുള്ളതാണോ? നിശ്ചയദാർഢ്യമുണ്ടോ ഈ 5 വയസ്സുള്ള കുട്ടിക്ക്? തിരിച്ചു പോവുമോ പകുതി തപസ്സൊക്കെ ചെയ്തിട്ട് എന്ന് സംശയം തീർക്കാനായിട്ട്, അല്ലെങ്കിൽ കുട്ടിയുടെ ഭക്തിക്ക് ഉറപ്പ് വരുത്താനായിട്ടാണ് നാരദ മഹർഷി ധ്രുവനെ സമീപിച്ചത്. എന്നിട്ട് പറഞ്ഞു, അച്ഛനോട് ഞാൻ പറഞ്ഞോളാം, കുട്ടി തിരിച്ചു പൊക്കോളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ധ്രുവൻ സമ്മതിച്ചില്ല. ഇതാണോ നാരദ മഹർഷിക്ക് പറയാനുള്ളത് എന്നൊക്കെ ചോദിച്ചപ്പോൾ ആ ധ്രുവൻ്റെ നിശ്ചയദാർഢ്യം കണ്ടപ്പോൾ മഹർഷി തന്നെ 12 ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം ഉപദേശിച്ച് ഭഗവത് ദർശനത്തിന് സഹായിക്കുകയാണ് ചെയ്തത്. അതേപോലെ തന്നെ പ്രഹ്ലാദനെ കശിപുവിൻ്റെ ഭാര്യയായിട്ടുള്ള കയാധുവിനെ ദേവേന്ദ്രൻ തട്ടിക്കൊണ്ടുപോകുമ്പോൾ രക്ഷിച്ച് തൻ്റെ ആശ്രമത്തിൽ താമസിപ്പിച്ച് ജ്ഞാനം നൽകി. അതേപോലെ വേദവ്യാസ മഹർഷിക്ക് സകല പുരാണങ്ങളും ഇതിഹാസങ്ങളൊക്കെ എഴുതിയിട്ടും, സകല പുരാണം എന്ന് പറഞ്ഞാൽ ഭാഗവതം ഒഴികെയുള്ള എല്ലാ വസ്തുക്കളും വേദങ്ങൾ വ്യസിക്കുകയും ഒക്കെ ചെയ്തിട്ടും വേണ്ടത്ര സമാധാനം കിട്ടുന്നില്ല. ഞാൻ ചെയ്യേണ്ടത് ചെയ്തു എന്ന് തോന്നുന്നില്ല, എനിക്ക് ശാന്തി മനസ്സിന് കിട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഭാഗവതം എഴുതൂ എന്ന് പറഞ്ഞ് ആ സമാധാനം നൽകിയ ആളാണ് ദേവർഷി നാരദൻ. അതേപോലെ തന്നെ വാൽമീകി മഹർഷിക്ക് രാമായണ രചനയ്ക്ക് പ്രചോദനം നൽകി. ഇതൊക്കെ നമുക്കറിയാലോ. നാരം ദദാതി എന്നാണ് ആ വാക്കിന് തന്നെ അർത്ഥം. നാരദൻ ജ്ഞാനം നൽകുന്നവൻ. നാരം ജ്ഞാനം എന്നർത്ഥമുണ്ട്. അപ്പോൾ ജ്ഞാനം നൽകുക എന്നതാണ് നാരദ മഹർഷിയുടെ ലക്ഷ്യം തന്നെ. മാത്രമല്ല നാമജപം, നാരായണ നാരായണ എന്നുള്ള ആ ജപത്തിലേക്ക് എല്ലാവരെയും ആകർഷിക്കുന്ന ആളുമാണ് നാരദൻ. മഹർഷിമാരിൽ ഞാൻ നാരദനാണ് എന്ന് ശ്രീകൃഷ്ണൻ ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. ഏത് ലോകത്തിലും 14 ലോകത്തിലെവിടെയും എപ്പോൾ വേണമെങ്കിലും എത്താൻ സാധിക്കുന്ന ആളുമാണ് നാരദ മഹർഷി. എന്നാൽ ഏഷണിക്കാരൻ എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട്. ശിവൻ്റെ കയ്യിലൊരിക്കൽ മാമ്പഴം കൊണ്ടുകൊടുത്തു. എന്തിനാ? ശരിക്കും പറഞ്ഞാൽ അത് മാതാപിതാക്കളുടെ മാഹാത്മ്യം സ്ഥാപിക്കാനാണ്. അതേപോലെ തന്നെ രാവണൻ്റെ അഹങ്കാരം ഇല്ലാതാക്കാൻ ബാലി അതാ തന്നെക്കാളും വലിയ ശക്തനാണെന്ന് വിചാരിച്ചിട്ട് അവിടെ ഇരിക്കണു, പോയി നോക്കൂ എന്ന് പറഞ്ഞിട്ടൊക്കെ വാലുമ്പിൽ കെട്ടിയിട്ടതൊക്കെ ഉണ്ടല്ലോ, അത് ഈ നാരദ മഹർഷിയാണ്. അങ്ങനെ പല പല കഥകളുണ്ട്. അതുകൊണ്ടാണ് ഈ കപടപടുധി എന്ന് പറയുന്നത്. ഈ കാപട്യം നിറഞ്ഞിട്ടുള്ള ലോകത്തിലെ ജനങ്ങളെ അഹങ്കാരമില്ലാതാക്കി ഭഗവാനിലേക്ക് എത്തിക്കുന്നു എന്ന ആളാണ് നാരദൻ എന്ന് നമ്മൾ അറിയണം. ഇവിടെ അതുപോലെ തന്നെ നാരദ മഹർഷി ഹിരണ്യാക്ഷനെ സ്തുതിക്കുന്നു, ഭഗവാനെ നിന്ദിക്കുന്നു. അത് കാപട്യല്ലേ? അതെന്തിനാന്ന് വെച്ചാൽ വേഗം തന്നെ ആ ഹിരണ്യാക്ഷൻ്റെ വരം എന്തായിരുന്നു? സംരംഭയോഗം, ദേഷ്യം. ആ ദേഷ്യം വർദ്ധിപ്പിക്കണം, വേഗം ഭഗവാനിലേക്ക് എത്തിക്കണം. അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. ആ ജന്മവാസന തീരാനായിട്ട് ഹിരണ്യാക്ഷനെ സഹായിക്കുകയാണ്. ഓരോ സന്ദർഭവും നോക്കിയാൽ അറിയാം. അതുകൊണ്ട് നമ്മളുടെ കുട്ടികളുടെയൊക്കെ ഉള്ളിൽ ഏഷണിക്കാരൻ നാരദൻ എന്ന ചിന്ത ഉണ്ടെങ്കിൽ അതിനെ തിരുത്തന്നെ വേണം.
പിന്നെ ഒരു പദം പറയാനുള്ളത് ശനൈ എന്നാണ്. ശനൈ വളരെ പതുക്കെയാണ് പോയിട്ട് ഹിരണ്യാക്ഷനോട് പോയിട്ട് ഭഗവാന്റെ ബലത്തെ നിന്ദിച്ചും അസുരൻ്റെ ബലത്തിനെ സ്തുതിച്ചും കൊണ്ട് പറഞ്ഞത്. എന്തിനാണെന്ന് വെച്ചാൽ തിരഞ്ഞു നടക്കുന്ന ശത്രു ഉറക്കെ പറഞ്ഞാൽ കേൾക്കില്ലേ, അതുകൊണ്ട് മെല്ലെ പറയാണ്, ഇതേ അവിടെ ഉണ്ട് കേട്ടോ വിഷ്ണു, വേഗം പൊക്കോളൂ, ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് വളരെ മന്ദമായിട്ട് ശബ്ദം താഴ്ത്തി പറയാണ്. കൂടാതെ ഭഗവാനെ നിന്ദിച്ചും അസുരനെ അഭിനന്ദിച്ചും കൊണ്ടാണ് പറയണത്. അത് അത്ര നല്ല കാര്യമല്ലാത്തത് കൊണ്ടും പതുക്കെ പറയണു. പിന്നെ എന്തിനാണ് നാരദ മഹർഷി ഇതിൽ ഇടപെട്ടത്?